ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളെ ഹിക്സ്ഫീൽഡ് എയിൽ ഒരു സിനിമ സ്റ്റുഡിയോൻ്റെ 2.0 വെർഷൻ റിലീസായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റാണ്, ഈ ഒരു ഹിക്സ്ഫീൽഡ് എ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് ഇതെല്ലാം കറൻ്റ്ലി ഏറ്റവും ആദ്യം റിലീസാവുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ഓൾറെഡി സിനിമ സ്റ്റുഡിയോ 1.5 നമുക്ക് അവൈലബിൾ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ സിനിമ സ്റ്റുഡിയോൻ്റെ 2.0 റിലീസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഹിക്സ്ഫീൽഡ് എയിൽ വെച്ചിട്ട് എങ്ങനെ ഈ സിനിമ സ്റ്റുഡിയോ യൂസ് ചെയ്യാം, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ഞാൻ പറഞ്ഞുതരാം. സിനിമ സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഒരു എന്താ പറയുക മൂവി ജനറേഷൻ, ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന രീതിയിൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരു AI ജനറേഷൻ മോഡലാണ് സിനിമ സ്റ്റുഡിയോ അവർ ഇറക്കിയേക്കണേ. ഇത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, ട്രൂ ഒപ്റ്റിക്കൽ സിമുലേഷൻ, വിർച്വൽ ക്യാമറ റാക്ക് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഷോർട്സൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇൻഫിനിറ്റ് ഡെപ്ത് ഓഫ് ഫീൽഡ്, വളരെ ക്ലോസപ്പ് ആയിട്ട് എഴുതുന്ന കൈൻഡ് ഓഫ് ഷോർട്സുകളൊക്കെ ഉണ്ട്. ക്യാരക്ടർ ലോക്ക് ചെയ്തിട്ടുള്ള ക്യാമറ ഒക്കെ വെച്ചിട്ട് ആൾക്കാരുടെ ഇതൊന്നും മാറാത്ത, അതായത് AI ആയതുകൊണ്ട് ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിൽ പോകുമ്പോൾ ആൾ മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ ലോക്ക് ചെയ്യുക എന്നുള്ള പരിപാടി. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ CGI വെച്ച് ചെയ്യുന്ന കുറേ സീൻസൊക്കെ നമുക്ക് ഇപ്പോൾ AI വന്നതുകൊണ്ട് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഷോട്ട് ചെയ്തെടുക്കാൻ പറ്റും. മഴത്തുള്ളികളും ഹെലികോപ്റ്ററും ഒരുമിച്ച് കാണാത്തൊരു സാധനമാണ്, അതൊക്കെ എടുക്കുക. സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഫ്രെയിം കൺട്രോൾ, തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ശരിക്കും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ AI വെച്ചിട്ട് നമുക്ക് മൾട്ടി ആംഗിൾ ഷോട്ട്സൊക്കെ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു സെറ്റപ്പും ഈ സിനിമ സ്റ്റുഡിയോ 2.0 അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറഞ്ഞാൽ, ഇതിൽ അവർ പറയാം ഒരു സ്ക്രിപ്റ്റ് വേണം നമുക്ക്. ഒരു കഥ എഴുതുന്ന പോലെ തന്നെ ഇതിൽ എന്താണ് നമ്മൾ ഈ ഷോട്ടിൽ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആ സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി കൊടുക്കണം. ഒരു 8 സ്റ്റെപ്പ് വർക്ക് ഫ്ലോ ആണ് ശരിക്കും വരുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുക, സ്റ്റാർട്ട് വിത്ത് സ്റ്റോറി, ടെക്സ്റ്റ് കൊടുക്കുക, അതിൽ സീൻ, ലൈറ്റിങ്, സബ്ജക്റ്റ്, ക്യാരക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിനകത്ത് റെഫറൻസ് വേണമെങ്കിൽ നെക്സ്റ്റ് അതാണ് ഓപ്ഷണലാണ്, എന്നാലും വിഷ്വൽ റെഫറൻസ് കൊടുക്കാൻ പറ്റിയ അത് നല്ലത്. ഒരു ഇങ്ങനത്തെ ഒരു കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള ഷോട്ടാണ്, ഏതൊരു മൂഡാണ് അത്, ഇങ്ങനത്തെ ഒരു ചിലപ്പോൾ സിനിമയിലൊരു ഷോട്ടൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സാധനം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് റിഗ്, നമ്മൾ എവിടെയും കാണാത്തൊരു ഓപ്ഷനാണിത്, ബിൽഡ് ദ റിഗ്. അതായത് ഏത് ക്യാമറ, ഏത് ലെൻസ്, എങ്ങനത്തെ ഫോക്കൽ ലെങ്സ്, അപ്പർച്ചർ കാര്യങ്ങളൊക്കെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കൺട്രോൾ നമുക്ക് തരാണ് അതിനകത്ത്. ഇത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നതിലപ്പുറത്തേക്ക് നമുക്ക് സെലക്ഷൻ വരെയാണ് ഇത് നമുക്ക് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്. പ്രോംപ്റ്റിൽ കൊടുക്കുന്നതിനല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സെലക്ഷൻ തന്നെ പറയാണ്, ഈ ഒരു ക്യാമറ ഉപയോഗിക്കുള്ളൂ നമുക്ക് പറയാം. ഫോക്കൽ ലെങ്ത് വേണം, കണ്ടില്ലേ? അത് കുറച്ചും കൂടി ഈ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ഇവർക്ക് ഇത് പിൻ പോയിൻ്റ് ചെയ്ത് പറയാം എന്ത് ഉപയോഗിക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ പ്രിവ്യൂസ് എടുക്കാം. 2:21:9 അത് നമ്മുടെ തിയേറ്റർ റേഷ്യോയിൽ നമുക്ക് പ്രിവ്യൂസ് എടുത്തിട്ട് നമുക്ക് നോക്കാം അതിൽ ഏതാണ് ബെസ്റ്റ് ഫോട്ടോ എന്ന് നോക്കിയിട്ട് ആ ഒരു ഫോട്ടോനെ വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടുണ്ടാകും. ഒരു ഏറ്റവും ബെസ്റ്റ് 4 എടുത്ത് കഴിഞ്ഞിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇമേജിനെ നേരെ വീഡിയോയിലേക്ക് വിടുക. മൂവ് ടു വീഡിയോ ജനറേഷൻ പാനൽ ആൻഡ് സ്റ്റാർട്ട് ആനിമേറ്റിംഗ് ഒരു സീൻ. നമുക്കൊരു ഇമേജ് കിട്ടിയ സീനിൻ്റെ ദെൻ അതിനെ ആനിമേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇമേജിനകത്ത് ഈ പറയുന്ന രീതിയിലെ ഫോക്കൽ ലെങ്ത്, നമ്മൾ ഇട്ടുകൊടുത്ത റെഫറൻസുകൾ കാര്യങ്ങളൊക്കെ കൂടി വന്നിട്ടുള്ള ഇമേജാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോഷൻ ക്യാമറ എങ്ങനെ വേണം, ഹാൻഡ് ഹെൽഡ് ആണോ അതോ മൂവിങ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ക്യാമറയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് കൊറിയോഗ്രാഫി ചെയ്യാം. സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുന്നു, ഫൈനൽ കട്ട് ജനറേറ്റ് ചെയ്യുക. ഇതാണ് ഈ ഒരു സിനിമ 2.0 എന്ന് പറയുന്ന അവരുടെ സിനിമ സ്റ്റുഡിയോൻ്റെ പ്രത്യേകതകൾ. ഒരു 8 സ്റ്റെപ്പ് വർക്ക് ഫ്ലോ ആണ്. പക്ഷേ ഇതിനകത്ത് കാണില്ല, ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരു റിഗ് ബിൽഡ് ചെയ്യുക, അതായത് നമ്മൾ ഏത് ക്യാമറയിൽ എങ്ങനെ സെറ്റപ്പിൽ ഷൂട്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെക്സ്റ്റ് ലെവലാണ്. അപ്പോൾ ഇത് ഇവൻ വേൾഡ്സ് ഫസ്റ്റ് വിർച്വൽ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ എന്നവർ പറയണേ. നമ്മൾ ശരിക്കും AI വെച്ചിട്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര എന്താ പറയുക ഒരു മുന്നേറ്റം തന്നെയാണ്. അപ്പോൾ ഇത് കിട്ടുന്നത് നമുക്ക് ഈ പറഞ്ഞ ഹിക്സ്ഫീൽഡിലാണ്. ഹിക്സ്ഫീൽഡിലോട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഹിക്സ്ഫീൽഡിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം അത്രയും വാല്യൂ ഫോർ മണി. കാരണം നിങ്ങളൊരു AI മോഡലിന് മുടക്കുന്ന കാശ് എടുത്തിട്ട് ഇവിടെ മുടക്കിയാൽ നിങ്ങൾക്ക് മോർ ദാൻ 1 മോഡൽ കയ്യിൽ എഴുതുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഇവരുടേതായ കുറേ AIs വേറെ ഉണ്ട്. അതല്ലാണ്ട് കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് കണ്ട ഒരു അൺലിമിറ്റഡ് പോസിബിലിറ്റി പ്രത്യേകം പറയുന്ന സാധനമാണ് ഇത്. ബിൽഡ് ദ ക്യാമറ ദാറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. കണ്ടില്ലേ, നമ്മൾ AI ആണല്ലോ, ക്യാമറ ഇല്ല, പക്ഷെ നമ്മൾ അതിനെ പറയാണ് നമുക്ക് ഏത് ലെൻസ്, ഏത് ഫോക്കൽ ലെങ്ത്, ഇത് ഭയങ്കര ഒരു ഡീറ്റെയിൽഡ് സാധനം കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വന്നേക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഐ ആം ഇംപ്രസ്ഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ ഒരു ഇത് കണ്ടപ്പോൾ. കാരണം പ്രോംപ്റ്റ് അടിച്ച് കൊടുക്കുക എന്നൊക്കെ എല്ലാവർക്കും പറ്റും, പക്ഷേ ഈ ഒരു സാധനം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഫീൽഡിലുള്ള ആൾക്കാരെ വെച്ചും ചിന്തിക്കുമ്പോഴേ അവർക്കറിയാൻ പറ്റും ഏത് ക്യാമറ വേണം, ഏത് ലെൻസ് വേണം എന്നൊക്കെ ഉള്ളത്. അത് ഭയങ്കര ടു ദ പോയിൻ്റാണ് നമ്മുടെ കാര്യം പറയാൻ പറ്റുന്നത്.
പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ തരം ക്യാമറ മൂവ്മെൻറ്റ്സും ഇതിൽ അവൈലബിൾ ആവും. പിന്നെ ഒരു ഇമേജ് ആദ്യം ഉണ്ടാക്കി ദെൻ അടുത്തത് വീഡിയോ തന്നെ ഒറ്റ വെബ്സൈറ്റിൽ ചെയ്യണേ. നമ്മളിപ്പോൾ മറ്റേ നാനോ ബനാന ഇപ്പോൾ ഇമേജ് എടുക്കുന്നു, ChatGPT ഇപ്പോൾ പ്രോംപ്റ്റ് എടുക്കുന്നു, നാനോ ബനാനയിൽ ഇമേജ് ഉണ്ടാക്കുന്നു, അതിനടുത്തതിൽ പോയി വീഡിയോ ഉണ്ടാക്കണു, അതൊന്നുമില്ല. ഒറ്റ സാധനത്തിനകത്ത് എല്ലാം ചെയ്യാം. മനസ്സിലായില്ലേ? അവിടെ ഇവിടെ മാറിപ്പോയി പല സബ്സ്ക്രിപ്ഷൻസ് പല സ്ഥലത്ത് ഇറക്കേണ്ടത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവർ സിനിമ സ്റ്റുഡിയോ 2.0 തന്നെ ഒറ്റയടിക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പം ഞാനൊന്ന് അതിനൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ഇതാണ് നമ്മുടെ സിനിമ സ്റ്റുഡിയോ. നമുക്ക് കയറി കഴിഞ്ഞാൽ ഇതിൽ കാണാൻ കണ്ട ഇവിടെ ഇമേജിൻ്റെ വീഡിയോ ഉണ്ട്, നമുക്കിവിടെ കാണാം. ഇവിടെ ഇമേജ് ടു വീഡിയോ സ്വിച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റും. ഡിസ്ക്രൈബ് യുവർ സീൻ അറ്റ് കൊടുത്തിട്ട് ക്യാരക്ടേഴ്സ് ജനറേറ്റ് ചെയ്യുക, പ്രോപ്സ് വയ്ക്കാം. നമ്മുടെ ബാച്ച് സൈസ് നേരത്തെ കണ്ടില്ല, ഒരു 4 ഇമേജ് വരണോ ഒരെണ്ണം വരണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നമ്മുടെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് സിനിമാറ്റിക് 2 ഓപ്ഷൻ ഉണ്ട്, അല്ല നോർമൽ നമ്മൾ കാണുന്ന 9:16 പോർട്രേറ്റ് വ്യൂ ഒക്കെ ഉണ്ട്. 21 അങ്ങനെ കിട്ടും നോക്കാം. പിന്നെ റെസൊല്യൂഷൻ 4K വരെ നമുക്ക് കിട്ടും, 4K ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രിഡ് സൈസ് ക്യാമറയിൽ യൂസ് ചെയ്യുന്നതാണ് ഗ്രിഡ്, കുഴപ്പമില്ല. പിന്നെ ഇത് അറ്റ് കൊടുത്തിട്ട് നമുക്ക് ക്യാരക്ടേഴ്സ് ജനറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റുഡിയോ കണ്ടോ, ഇതിവിടെ കണ്ടോ, ക്യാമറ ഏത് വേണം നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഏത് തരം. പിന്നെ അതിൻ്റെ ലെൻസുകൾ എങ്ങനത്തെ അനമോർഫിക് ലെൻസ് വേണോ, ഇപ്പോൾ കുറേ ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് വരുന്ന ലെൻസായിരുന്നു അനമോർഫിക്, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതിൻ്റെ ഫോക്കൽ ലെങ്ത്തുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അപ്പർച്ചർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഇരുന്നിരുന്ന് തന്നെ എടുത്ത് വെക്കാൻ പോവാണ്. എനിക്കിനി കുറച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഏതെന്നറിയില്ല, ഇതിരിക്കട്ടെ 35 4 ഇരിക്കട്ടെ. ഞാൻ എന്നിട്ട് എനിക്കിപ്പോൾ മനസ്സിൽ വരുന്നത് എന്താ പറയുക, BMW M5 in an abandoned garage. എങ്കിൽ പ്രത്യേകിച്ച് റെഫറൻസുകളൊന്നുമില്ല. ഞാൻ ഷോർട്ട് ഓഫ് BMW M5 അബാൻഡൻഡ് ഗറാജ് വേണം, ഹെഡ്ലൈറ്റ്സ് ബീമിങ് ഇതെന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് ജനറേറ്റ് ചെയ്യാം, എന്താണ് വരുന്നതെന്ന് അറിയണമല്ലോ. ഞാനൊരു വളരെ സിമ്പിൾ പ്രോംപ്റ്റ് ആണ് കേട്ടോ, പ്രോംപ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇട്ടിരിക്കണേ. ഇതിനകത്തുനിന്ന് അടുത്ത ലെവലിലേക്ക് നമുക്കൊരു വീഡിയോ ജനറേഷനിലേക്ക് പോകാൻ പറ്റിയാൽ ദെൻ അതൊരു ഭയങ്കര സംഭവമാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ക്യാമറ എനിക്ക് സെലക്ട് ചെയ്യാൻ അറിയില്ല, പ്രോംപ്റ്റ് ജസ്റ്റ് കൊടുത്തു. ആകെ ഞാൻ ആ ഒരു 4K കൊടുക്കണം, 1:4 ബാച്ച് സൈസ്, 21:9 ആസ്പെക്ട് റേഷ്യോ, ക്യാരക്ടർ ഒന്നും തന്നെ ഇല്ലാണ്ട് ഒന്ന് അടിച്ച് നോക്കുകയാണ്. നമുക്കത് ഒന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ സിനിമ സ്റ്റുഡിയോൻ്റെ ഒരു കേപ്പബിലിറ്റീസ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ അത്രയും നന്നാവും. ഡീറ്റെയിൽ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുക എന്നറിയാനായിട്ട് ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാനാണ്. എന്തായാലും ഒന്ന് ജനറേറ്റ് ആയിട്ട് വരട്ടെ. ഒരു ഇമേജാണ് ഇപ്പോൾ ജനറേറ്റ് ആവുക, ഞാൻ ഇമേജാണ് കൊടുത്തിരിക്കണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയി ആ ഇമേജ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വീഡിയോ എടുക്കുക എന്നുള്ള പരിപാടി. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഷോട്ടിലേക്ക് പോകണം. പിന്നെ ഇതിനകത്ത് നമുക്ക് ക്യാമറ മൂവ്മെൻറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും, പ്രീസെറ്റുകൾ പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്രയും ഷോട്ട് എങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം അധികം വരില്ല. എന്നാലും നമുക്ക് ഒന്ന് പ്രീസെറ്റൊക്കെ ഇട്ട് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ട BMW പഴയ M5 വന്നിരിക്കണേ, കുഴപ്പമില്ല, നമുക്ക് പഴയ M5 ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തന്നെ എന്താ പറയുക, ഇനി നമുക്ക് ആനിമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം, ഒറ്റയടിക്ക് ഡൗൺലോഡ് ചെയ്യാം. ഒരു അബാൻഡൻഡ് ഗരാജ് തന്നെ വന്നിരിക്കണേ. നമുക്കൊരു വെയർ ഹൗസ് എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ, കുഴപ്പമില്ല. ഒരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് വീഡിയോയിലേക്ക് പോവാണ്. എന്നിട്ട് ഈ സെയിം സാധനം തന്നെ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ആനിമേറ്റ് ഉണ്ടാ, അതെ, സ്റ്റാർട്ട് ഫ്രെയിമും കൊടുത്തു കഴിഞ്ഞാൽ ആനിമേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് 3D സീൻ, നമുക്കൊരു കാര്യം ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. സിംഗിൾ ഷോട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ഫ്രെയിം നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഇമേജ് ഇട്ട് കൊടുക്കുക. എൻഡ് ഫ്രെയിം പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കട്ടെ. സ്പീഡ് റാമ്പ് വേണമെങ്കിൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഓട്ടോ സ്പീഡ് റാമ്പ് ഇടാം. സ്പീഡ് റാമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് ഒരു ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്യാം. ഒരു എക്സാമ്പിൾസൊക്കെ ഇതിൽ കിടപ്പുണ്ട്, നമ്മുടെ കയ്യിൽ മീഡിയ കിടപ്പുണ്ട്, ഞാനത് കാണിച്ചു തരാം. അത് നമ്മൾ ഇപ്പോൾ ക്യാപ് കട്ടിലൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് സ്പീഡ് റാമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു പരിപാടി ശരിക്കും AI വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റാർട്ട് ഫ്രെയിം ഞാൻ കൊടുത്തു ജസ്റ്റ് അത്. എന്നിട്ട് ഞാൻ ഇതിനകത്ത് പറയുകയാണ്, എന്താ പറയുക, എനിക്കറിയാവുന്ന പരിപാടി ഡോളി സൂം ഷോട്ടാണ്. അങ്ങനെ ഡോളി സൂം വേണ്ട അല്ലേ, ഒരു ഡ്രോണും പറ്റില്ല, അതിനകത്ത് ഓൾറെഡി മൂവ്മെൻറ്റ് ഉണ്ടല്ലോ അല്ലേ. യെസ്, ഓർബിറ്റ് അറൗണ്ട് അത് മതി, ഓർബിറ്റ് അറൗണ്ട് കൊടുക്കാം. എന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നു, കാരണം ഓൾറെഡി ഞാൻ ഈ പറയുന്ന രീതിയിൽ
ക്യാമറ മൂവ്മെൻറ്റ് കൊടുത്തത് രീതിക്ക് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാം. ഓർബിറ്റ് അറൗണ്ട് ദ കാർ സ്ലോലി ഇൻ സ്ലോമോ വിത്ത് എന്താ പറയുക, ആക്യുറേറ്റ് അല്ല, സ്യൂട്ടബിൾ സ്പീഡ് റാം എന്ന് പറയാം. ജസ്റ്റ് ജനറേറ്റ് കൊടുത്ത് നോക്കുക. പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു സാധനം, ഒരു കാറ് അതിൻ്റെ ചുറ്റിനും ക്യാമറ ഓടണം എന്നുള്ള ഒരു വളരെ സിമ്പിൾ പ്രോംപ്റ്റാണ് കൊടുത്തിരിക്കണേ. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതൊക്കെ ധാരാളമാണ്. ഇന്ന് ഓർബിറ്റ് അറൗണ്ടാണ് വേണ്ടത്. കറങ്ങി വരുന്നു 21:9 നമുക്കിതിപ്പോൾ കിട്ടും. എന്തായാലും ഒന്ന് അടിച്ചു നോക്കാം. ഞാൻ വേറെ ഒന്നും മാറ്റിയിട്ടില്ല. നമുക്കിവിടെ ശരിക്കും ക്വാളിറ്റി ഒക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും വീഡിയോൻ്റെ. ഞാൻ 1080p തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ ഈ ജനറേഷൻ ഡിലേ ആയാലും നമുക്ക് വീഡിയോ എടുക്കാണ്ട് നമുക്കധികം ലൈവായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒറ്റ ഷോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് ഈ ഒരു സാധനം ചെയ്യാനാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ആ സ്പീഡ് ഈ ഒരു ജനറേറ്റ് ആവുന്ന നേരം കൊണ്ടേ നമുക്ക് എൻ്റെ ഇതിൽ കണ്ടോ, എൻ്റെ സ്പീഡ് റാം കേപ്പബിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ AI വെച്ചിട്ട് സ്പീഡ് റാം ചെയ്തിരിക്കുന്ന സിസ്റ്റമാണ് ഈ കാണുന്നത്. കേട്ടോ, ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. സിനിമ ഷോട്ട് എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങളാണല്ലോ. വെച്ച് ആണത് ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഒരു മറ്റേ റോബോട്ടിക് ക്യാമറ, നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന റോബോട്ടിക് ക്യാമറയൊക്കെ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന വേറൊരു സംഭവം, മറ്റേ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഒരു ക്യാരക്ടറെ കൊണ്ട് തന്നെ പല ഇമോഷൻസ് കണ്ട, സ്കേഡ്, ദെൻ ഹാപ്പി, ദെൻ ഡിസ്കസ്റ്റഡ് എന്ന് പറയുന്ന അല്ല, ഒറ്റ ക്യാരക്ടർ ഡിഫറെൻറ്റ് ഇമോഷൻസ് ജനറേറ്റ് ചെയ്യുക എന്നൊരു സെറ്റപ്പും നമുക്കിപ്പോൾ ഈ പറഞ്ഞ സിനിമ സ്റ്റുഡിയോ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു സാധനം നമുക്കൊന്ന് ജനറേറ്റ് ആയി വന്നിട്ട് നോക്കി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, കാരണമൊന്നും മാറ്റിയില്ല. ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ശരിക്കും പറഞ്ഞത് 1080p ഉണ്ട്, ഡ്യൂറേഷൻ കൂട്ടാനുണ്ട്, പിന്നെ സ്പീഡ് റാമ്പ് ശരിക്കും കൺട്രോൾ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഈ പറയുന്ന ബാച്ച് സൈസ് നമുക്ക് കൂട്ടാം. ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഒറ്റ ജനറേറ്റ് ചെയ്തെടുക്കാം. ഓഡിയോ ഓണൊക്കെ ഓഫ് ചെയ്യാം. പിന്നെ ഏത് ജാൻറ വേണമെന്ന് സെലക്ട് ചെയ്യാം. ഒന്നും ഞാൻ ചെയ്തില്ല, ജസ്റ്റ് ഇടുന്നു, ഇപ്പോൾ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു, ദെൻ ഓഡിയോ ജനറേറ്റ് മീൻസ് വീഡിയോ ജനറേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഒരു കുടക്കീഴിൽ വന്നിരിക്കുകയാണ്. അതാണ് hixfeel.ai-യുടെ ഒരു പ്രത്യേകത. എന്തായാലും നമുക്കൊന്ന് എന്താ പറയുക, ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. ഒന്ന് ജനറേറ്റ് ആയി വരട്ടെ. അപ്പം ഇതാണ് ആ ഒരു വീഡിയോ. ഇതാണ് എന്താ പറയുക, വരുന്ന ഓർബിറ്റ് അറൗണ്ട് എന്ന് പറയുന്ന സംഭവം. ഇതിൽ സ്പീഡ് റാമ്പ് കയറിയിട്ടില്ല, ഞാൻ ഓട്ടോ സ്പീഡ് റാമ്പ് കൊടുത്തുകൊണ്ടായിരിക്കും. പക്ഷെ പറഞ്ഞു കൊടുത്ത് ഞാൻ കറക്റ്റ് വന്നതാണ്. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു ചെറിയ ഷോർട്ട് സ്പാൻ കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണിത്, വിത്തൗട്ട് ഭയങ്കര ഡീറ്റെയിൽ പ്രോംപ്റ്റ് ഒന്നിലേക്കൊന്നും പോവാതെ. ഇതാണ് നമ്മുടെ ഈ ഒരു സിനിമ സ്റ്റുഡിയോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാമറയുടെ ക്വാളിറ്റി ഇതിൽ ശരിക്കും കാണാൻ തോന്നണു. ഞാൻ കൊടുത്ത സാധനങ്ങളുടെ എന്തോ പ്രത്യേകത ഉണ്ട്. കളർ ഗ്രേഡൊക്കെ ചെയ്തൊരു ഷോട്ടാണ് നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ സിനിമ സ്റ്റുഡിയോ 2.0-ൻ്റെ കാര്യങ്ങൾ അതൊക്കെയാണ് പറയുന്ന രീതിയിൽ. കണ്ടോ, ഓരോ ഷോട്ട് അവർ ജനറേറ്റ് ചെയ്തേക്കണാണ് ഓരോ ക്യാമറ വെച്ചിട്ട് ഇതിൽ കാണുന്നത് അല്ലേ. നമുക്കിതിൽ നോക്കി കാണാം. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭീകര സംഭവം തന്നെയാണ്. ക്രിയേറ്റ് എനിത്തിങ് ഇൻ 1 ക്ലിക്ക് എന്ന് പറയുന്നൊരു രീതിയിലേക്ക് ഇത് മാറും. അപ്പോൾ സിനിമ സ്റ്റുഡിയോ 2.0 hixfeel.ai വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയുന്നതാണ്. എന്നാലും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പോഴും ക്രിയേറ്റേഴ്സ് പ്ലാൻ തന്നെയാണ്. എന്നാലും അൾട്ടിമേറ്റ് പ്ലാനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.